മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രന്റെ സഹോദരനും കൽപ്പറ്റ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ PV വേണുഗോപാൽ പാർട്ടി വിട്ട് RJDയിൽ ചേർന്നു. PV വേണുഗോപാൽ ജില്ലാ പഞ്ചായത്ത് തോമാട്ടുചൽ ഡിവിഷനിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് RJD നേതാക്കൾ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 16 ഡിവിഷനുകളിലേക്ക് LDF നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. തോമാട്ടുചൽ ഡിവിഷനിലാണ് ഒഴിച്ചിട്ടത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രന്റെ സഹോദരൻ PV വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് RJDയിൽ ചേർന്നത്. LDF ധാരണപ്രകാരം RJDക്കായിരുന്നു തോമാട്ടുചൽ സീറ്റ്. കൽപ്പറ്റയിൽ RJD നേതാക്കൾ വാർത്താസമ്മേളനം നടത്തിയാണ് സ്ഥാനാർത്ഥിയായി PV വേണുഗോപാലിനെ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് നേതാക്കളിൽ നിന്നുള്ള അവഗണനയാണ് പാർട്ടി വിടാൻ കാരണമെന്ന് PV വേണുഗോപാൽ പറഞ്ഞു. എന്നും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ചാവേറായിട്ട് ജീവിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുള്ളത്. അർഹമായ പ്രാതിനിധ്യം, അതായത് ഞാനിപ്പോൾ കേവലം ഒരു സീറ്റിന് വേണ്ടിയിട്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വന്നത്. അപ്പോൾ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇന്ന് വരെ പല സാഹചര്യം കൊണ്ട് ആരും കുറ്റപ്പെടുത്തുന്നില്ല, പല സാഹചര്യം കൊണ്ടും എനിക്ക് ഒരു വാർഡ് മെമ്പർ പോലും ആകാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് പാർട്ടിയിൽ വ്യക്തമായ ഒരു അക്കോമഡേഷൻ തരണം മാന്യമായ രീതിയിൽ. അത് ഇലക്ഷൻ ശേഷം തന്നാലും മതി എന്നൊക്കെ ആദ്യം ഞാനൊരു അനുസരണയുള്ള പാർട്ടി പ്രവർത്തനം എനിക്ക് അവരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ വെറുതെ ഒരുമായി പുച്ഛിച്ച് വിടുന്ന തരത്തിലുള്ള ഇതാണ് ഉണ്ടായത്. അപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനാധിപത്യ നേതൃത്വത്തിൽ എനിക്കൊരു സീറ്റ് വാഗ്ദാനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളുടെ ഏകാധിപത്യമാണ് പാർട്ടിയിൽ നിന്ന് കൂടുതൽ പേർ കൊഴിഞ്ഞു പോകാൻ കാരണമെന്ന് RJD സംസ്ഥാന ഭാരവാഹിയായ PK അനിൽകുമാർ പറഞ്ഞു. ഈ ജില്ലയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ തന്നെ പ്രഖ്യാപിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. ആ അവസ്ഥയിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങളുമായി അവിടെ നിരവധി പ്രശ്നങ്ങൾ മൂപ്പനാട് പഞ്ചായത്തിലുണ്ട്. രാഷ്ട്രീയപരമായി അതിൽ അവഗണനയും പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് വേണു കോൺഗ്രസ് വിട്ടിട്ടുള്ളത്. നിലവിൽ ജില്ലാ പഞ്ചായത്ത് തോമാട്ടുചൽ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതോടെ തോമാട്ടുചാലിൽ മത്സരം ശക്തമാകാനാണ് സാധ്യത. വയനാട് വിഷൻ, കൽപ്പറ്റ.